ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയുടെ ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന്റെ നീക്കത്തിന് സുപ്രീംകോടതിയിൽ വൻ തിരിച്ചടി. ക്യാമ്പസിന്റെ 400 ഏക്കർ വനഭൂമിയിലെ മരം മുറിക്കൽ നടപടികൾ നിർത്തിവെക്കണമെന്ന് സുപ്രീംകോടതി. ഉത്തരവ് അക്ഷരം പ്രതി പാലിച്ചില്ലെങ്കിൽ തെലങ്കാന ചീഫ് സെക്രട്ടറിയെ ജയിലിലടയ്ക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയുടെ ഭാഗമായ കാഞ്ച ഗച്ചിബൗളിയിലുള്ള സംരക്ഷിത വനം സ്വകാര്യ മേഖലയ്ക്കായി വെട്ടിവെളിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് സുപ്രീംകോടതി തടയിട്ടത്. ഭൂമിയുടെ ഉടമാവകാശം ചൂണ്ടിക്കാട്ടിയായിരുന്നു തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ബുൾഡോസർ നടപടി. വനത്തിൻ്റെ 400 ഏക്കറിൽ മരങ്ങൾ വൻതോതിൽ വെട്ടിമാറ്റിയതിൽ നടുക്കം രേഖപ്പെടുത്തിയ ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ച് സർക്കാരിൻ്റെ എല്ലാ നടപടികളും സ്റ്റേ ചെയ്ത് ഉത്തരവിട്ടു. ഉത്തരവ് അക്ഷരം പ്രതി പാലിച്ചില്ലെങ്കിൽ തെലങ്കാന ചീഫ് സെക്രട്ടറിയെ ജയിലിലടയ്ക്കുമെന്നും ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. ഇത്ര തിടുക്കത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ച കോടതി മരം വെട്ടാൻ എവിടുന്ന് അനുമതി ലഭിച്ചുവെന്നും വെട്ടിയ മരം എന്തു ചെയ്യാൻ പോകുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സത്യവാങ്മൂലമായി മറുപടി നൽകാനും ആവശ്യപ്പെട്ടു. തെലങ്കാന ഹൈക്കോടതി രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിൽ മൃഗങ്ങൾ പലായനം ചെയ്യുന്ന ചിത്രങ്ങൾ സഹിതം വ്യക്തമാക്കിയിരുന്നു. എത്ര ഉന്നതനായാലും നിയമത്തിന് മുകളിലല്ലെന്ന് ഓർക്കണമെന്നും കോടതി തെലങ്കാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. മരം മുറിക്കലിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ തെലങ്കാന പോലീസ് തല്ലിച്ചതച്ചതും കസ്റ്റഡിയിലെടുത്തതും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ സുപ്രീം കോടതിയെ ധരിപ്പിച്ചു. അതേസമയം രേവന്ത് സർക്കാരിനെതിരെ ക്യാമ്പസിൽ SFIയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.